താനെന്താടോ ഇവിടെ? വരാതെ പറ്റുമോ? ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. തലവേദന? ആ, നിങ്ങൾ ഈ വീട് മാറില്ല, ഇവിടെ തന്നെ താമസിക്കുമെന്ന് ശടിച്ചാൽ എന്ത് ചെയ്യും? ഓ, അത് ശരി. സെക്യൂരിറ്റി പ്രശ്നം. അതിന് രണ്ടുപേരോടെ ഉണ്ടല്ലോ രാവും പകലും ഡ്യൂട്ടിക്ക്. എന്നാലും വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാന്ന് കരുതി ഇറങ്ങിയത്. സാറെന്താ ഈ വഴിക്ക് പ്രത്യേകിച്ച്? നത്തിങ് സാർ. പിന്നെ പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. സാറെന്ന് നിർബന്ധിച്ചതുകൊണ്ടാ രണ്ടുപേരെ ഡ്യൂട്ടിക്കിടാൻ ഞാൻ സമ്മതിച്ചത്. ഉള്ള ജോലിക്കേ ആളില്ല. അപ്പോഴാ സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞ് പോലീസുകാരെ മെനക്കെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. സാർ, അറ്റ്ലീസ്റ്റ് വീട് സാധ്യമല്ല. വാട്ട് ഈസ് ദി പ്രോബ്ലം നൗ? ഗവൺമെന്റ് ബംഗ്ലാവിൽ താമസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഞാൻ വരട്ടെ. ശരി, താനെവിടെ പോകുന്നു? താനവിടെ നിൽക്കണോ? സാറേ, പെരുമാളിന് അത്യാവശ്യമുണ്ടോ? ഇല്ല സാർ. പെരുമാളിന്റെ പഴയ ഒരു സുഹൃത്താ. വി വർ കോളേജ് മേറ്റ്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. യു മീറ്റ് മീ ഇൻ ദി ഓഫീസ് ടുമോറോ മോർണിംഗ്. സർ, പാടോ പോലീസ്. വത്സലയ്ക്ക് അറിയില്ലേ പെരുമാളിനെ? അറിയാം. നീ രണ്ട് ചായ ഇരിക്കും. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. സാർ, എന്നെ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ബസ് സമരത്തിന് പിക്കറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. സാർ എന്നെ തൂക്കിയെടുത്തൊരു ഏറെറിഞ്ഞു വാനിനകത്തേക്ക്. അതിന്റെ പാട് ഇപ്പോഴും വെളിയിലുണ്ട്. വേണ്ട, ഇതൊക്കെ ആരോർക്കാനാ നീ? ഇപ്പോഴേതില്ല? പോലീസ് തന്നെ. അല്ല, അതെനിക്കറിയാം. ഏത് ഡിപ്പാർട്ട്മെന്റില്ല? ക്രൈം ബ്രാഞ്ച്. ഹലോ ഹലോ ഹലോ, മിനിസ്റ്ററുടെ വീട് തന്നെ? അനാച്ഛാദനമോ എന്ന് വെച്ചാ പ്രതിമയോ? ആ ഗോപിയോട് തൊള്ള തുറക്കല്ലേ എന്ന് പറ. 12-ാം തീയതി അവൻ വാ തുറന്നാ മതി, പിന്നെ മൈക്ക് പോലും വേണ്ട. അയാള് പറയായിരുന്നേ, ഞാൻ അയാളെ ബസ് ടിക്കറ്റിങ്ങിന് വാനിലേക്ക് എടുത്തെറിഞ്ഞ കാര്യം. എനിക്കും കിട്ടിയിട്ടുണ്ട് പണ്ടൊരിക്കൽ. ലാത്തി കൊണ്ടൊരു അടി. 84 ട്രെയിൻ തടയിൽ നിന്ന്. കഴുത, മുഖപരിചയം പോലും കാണിച്ചില്ല. ദേ ഇവളാ ഒരാഴ്ച ആവി പിടിച്ചത്. അത് പിന്നെ ഓടിയ കൂട്ടത്തിൽ എന്റെ മുമ്പിൽ വന്നുവിട്ടാ ഞാൻ എന്ത് ചെയ്യും?